എല്ലാ പ്രിയ വ്യൂവേഴ്സിനും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. രുചിയും മണവും ഭക്ഷണത്തിന് നൽകുന്നതോടൊപ്പം ആരോഗ്യഗുണ സമൃദ്ധമാണ് പുതിനയില. പുതിനയിലയുടെ ചില ആരോഗ്യ ഗുണങ്ങളും അതോടൊപ്പം പുതിനയില വെള്ളത്തിലും മണ്ണിലും വളർത്തി പരിപാലിക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത കിച്ചൺ ഫാമിംഗ് സീരീസിലെ മറ്റ് വീഡിയോസായ മല്ലി കൃഷി, മൈക്രോഗ്രീൻസ് ഫാമിംഗ്, മുട്ടത്തോടിൽ എങ്ങനെ നാരകം വളർത്താം ചാനൽ പ്ലേലിസ്റ്റിൽ നിന്നും കാണാവുന്നതാണ്. പുതിന വളർത്താൻ വളരെ എളുപ്പമാണ്. ഇത് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ഔഷധ ചെടിയാണ്. ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും പുതിന നൽകുന്ന രുചിക്കൂട്ട് നമുക്ക് പരിചിതമാണ്. ഇന്ത്യയിൽ സുലഭമായി കാണുന്ന ഔഷധ സസ്യമാണ് പുതിന. വാട്ടർ മിന്റ്, പെപ്പർ മിന്റ്, ചോക്ലേറ്റ് മിന്റ്, ആപ്പിൾ മിന്റ്, പൈനാപ്പിൾ മിന്റ്, സ്പിയർ മിന്റ് എന്നിങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ഇനത്തിൽപ്പെട്ട പുതിന ചെടിയാണ് കാണപ്പെടുന്നതും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും. ഇന്ത്യയിൽ സാധാരണയായി കാണപ്പെടുന്നത് സ്പിയർ മിന്റും പെപ്പർ മിന്റുമാണ്. ഈ അടുത്ത കാലത്തായി ആപ്പിൾ മിന്റ് വളർത്തി തുടങ്ങിയിട്ടുണ്ട്. സ്പിയർ മിന്റ് എന്നൊരു ഇനമാണ് സാധാരണയായി നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്നത്. പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് പുതിന. തുളസിയോളം പ്രാധാന്യമുള്ള ഒരു ഔഷധ ചെടിയാണ് പുതിന. പുതിനയില ഉപയോഗിക്കുക വഴി നമുക്ക് ലഭിക്കുന്ന ചില ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആന്റി ഓക്സിഡന്റ്സ്, ഫൈറ്റോന്യൂട്രിയൻസ് എന്നിവയുടെ കലവറയാണ് പുതിന. വേനൽക്കാലത്ത് ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന ജലാംശത്തിന്റെ അളവ് കുറയ്ക്കുവാൻ പുതിനയിലയിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പല്ലുവേദനയ്ക്ക് പുതിനനീര് പഞ്ഞിയിൽ മുക്കി വെച്ചാൽ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും. തലവേദന മാറാൻ പുതിനയില കഴിക്കുന്നത് ഗുണം ചെയ്യും. വിണ്ടുകീറിയ പാദങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പുതിനയില ഏറെ നല്ലതാണ്. വായിൽ നിന്നുള്ള അസുഖകരമായ ഗന്ധം ഒഴിവാക്കാനും ഇവ ഉപയോഗിക്കാം. മുഖത്തെ കറുത്ത പുള്ളിയും മുഖക്കുരുവും പുതിനയില പുരട്ടിയാൽ മാറിക്കിട്ടും. പുതിനയില ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. പുതിനയില ചമ്മന്തി ദഹനക്കേടിന് ഒരു മരുന്ന് കൂടിയാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും പുതിനയില വെള്ളം ദിവസവും ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. പുതിനയിലയിൽ കലോറിയുടെ അളവ് കുറവാണ്. കുറഞ്ഞ അളവിൽ പ്രോട്ടീനും കൊഴുപ്പും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിനാവശ്യമായ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നിവ ഇത് നൽകുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ലെവൽ ഉയർത്തുകയും ചെയ്യുന്നു. പുതിനയില വീട്ടിൽ വളർത്തുന്നതിന് ഷോപ്പിൽ നിന്നും വാങ്ങുന്ന പുതിനത്തണ്ട് മാത്രം മതി. അത്തരത്തിൽ ഷോപ്പിൽ നിന്നും വാങ്ങിയ പുതിനത്തണ്ടാണിത്. ഇതിൽ നിന്നും വണ്ണമുള്ള തണ്ടുകൾ മാത്രമാണ് വളർത്തുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. പുതിനത്തണ്ടിന്റെ ഓരോ നോഡിൽ നിന്നും വേര് വരും. പുതിനത്തണ്ടെടുത്ത് മുകളിലത്തെ 2 ഇല നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഇലകളും പറിച്ചു മാറ്റാം. ചില പുതിനത്തണ്ടിലെ നോഡുകളിൽ വലിയ ഇലയ്ക്കൊപ്പം ചെറിയ ഇലകൾ വളർന്നു വരുന്നതായി കാണാം. ചെറിയ ഇലകളെ നിർത്തി വലിയ ഇലകൾ മാത്രം നുള്ളിയെടുത്താൽ മതി. വേരുകൾ വളരുന്നത് പുതിന തണ്ടിന്റെ നോഡുകളിൽ നിന്നാണ്. ഒരു ജോയിന്റ് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ആ ഭാഗം വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. പുതിനത്തണ്ടിൽ നിന്നും ഇലകൾ നുള്ളി മാറ്റുന്ന സമയത്ത് കൈക്ക് പകരം കത്രിക വേണമെങ്കിലും ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇങ്ങനെ പുതിനത്തണ്ടിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്ന ഇലകൾ കറികളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ എടുത്തു വെച്ചിരുന്ന പുതിനത്തണ്ടുകളിൽ വണ്ണമുള്ളവ ഇലകൾ നുള്ളി കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഫ്രഷ് ക്ലീൻ വാട്ടർ എടുക്കാം. ടാപ്പ് വാട്ടർ അല്ല, നല്ല വെള്ളമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഒരുക്കി വെച്ചിരിക്കുന്ന പുതിനത്തണ്ട് വേര് വളരാൻ വേണ്ടി ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് മുക്കി വെക്കാം. 3 തൊട്ട് 4 ദിവസത്തിനുള്ളിൽ വേരുകൾ കിളിർത്തു തുടങ്ങും. വേരുകൾ മുളപ്പിച്ചതിന് ശേഷം മണ്ണിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ തുടർന്ന് വളർത്തുകയും ചെയ്യാം. ഇനി മണ്ണ് ഒരുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പുതിനച്ചെടിക്ക് വളരുവാൻ ധാരാളം വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് പുതിനച്ചെടി നടുവാൻ മണ്ണൊരുക്കുമ്പോൾ ചകിരിച്ചോറ് ചേർത്ത് കൊടുത്താൽ ഈർപ്പം കൂടുതൽ സമയം നിലനിർത്താൻ സഹായിക്കും. ചകിരിച്ചോറും ചാണകവും മണ്ണിന്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പോട്ടി മിക്സ് തയ്യാറാക്കുന്നതാണ് പുതിനച്ചെടികൾ നല്ലതുപോലെ വളരുവാൻ ഉത്തമം. പുതിനച്ചെടികൾ പടർന്നു വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ചെടിച്ചട്ടികളിൽ നടുകയാണെങ്കിൽ ഒരുപാട് പടർന്നു വളരാതെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വലുപ്പമുള്ള കണ്ടെയ്നർ തന്നെ പുതിനച്ചെടി നടാനായി എടുക്കണം.
വെള്ളം ഒഴുകി പോകുന്നതിനുള്ള 2-3 സുഷിരങ്ങൾ ചട്ടിക്ക് ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴുകി പോകുന്നത് ശേഖരിക്കുവാനും മണ്ണിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. മണ്ണിന്റെയോ ടെറാക്കോട്ടിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ വെച്ച് പോട്ടും പുതിന വളർത്താൻ ഉപയോഗിക്കാവുന്നതാണ്. പുതിനത്തണ്ട് ഗ്ലാസ്സിലെ വെള്ളത്തിൽ വെച്ചിട്ട് 2 ആഴ്ചയായി. നല്ലതുപോലെ വേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലകളും മുളച്ചു തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വേരുകൾ കിളിർത്തു തുടങ്ങിയിരുന്നു. ഇതുപോലെ തന്നെ തുടർന്നും വെള്ളത്തിൽ വെച്ച് പുതിനയില വളർത്തി ആവശ്യത്തിനുള്ള ഇലകൾ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിനെ മണ്ണിലേക്ക് മാറ്റാവുന്നതാണ്. രാവിലെയും വൈകിട്ടും ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്നത് പോലെയായിരുന്നു ഈ ഗ്ലാസ്സിലെ പുതിനച്ചെടി വെച്ചിരുന്നത്. വെള്ളത്തിന്റെ അളവ് കുറയുന്നതനുസരിച്ച് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാൻ മറക്കരുത്. ഇത് മറ്റൊരു ഗ്ലാസ്സില് വീടിന്റെ ഉള്ളില് വെച്ചിരുന്ന പുതിനച്ചെടിയാണ്. ഇതിന് തണ്ടിന് വണ്ണം കുറഞ്ഞവയെല്ലാം ചീഞ്ഞു പോയി. അതിൽ തണ്ടിന് വണ്ണമുള്ളതിന് കിളുത്തിട്ടുണ്ട്. എങ്കിലും സൂര്യപ്രകാശത്തിൽ വെച്ച് തണ്ടിനോളം വളർച്ച ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മണ്ണും വളവും ഒന്നുമില്ലാതെ വെള്ളം മാധ്യമമാക്കി പുതിന വീട്ടിൽ വളർത്താവുന്നതാണ്. വീട്ടിൽ ഉപയോഗശൂന്യമായ ഗ്ലാസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങിയ വെള്ളം നിറയ്ക്കാൻ പറ്റിയ എന്തും പുതിന വളർത്താൻ ഉപയോഗിക്കാം. സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് വയ്ക്കേണ്ടത്. 3 തൊട്ട് 4 ദിവസത്തിനുള്ളിൽ വേര് വരും. 1 മാസത്തിനകം ഇലകൾ പറിച്ചു തുടങ്ങും. ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇങ്ങനെ വെള്ളത്തിൽ വളർത്തുന്ന പുതിന ചെടിക്ക് മണ്ണിൽ വളരുന്ന ചെടികളുടെ അത്ര കരുത്തുണ്ടാവില്ല. ഇലകൾ ചെറുതാകാം. ഇലകൾ പറിച്ചു കഴിയുമ്പോൾ തണ്ടുകൾ മാത്രമാകും. അത് വീണ്ടും വളർത്താനായിട്ട് ഉപയോഗിക്കാം. വെള്ളത്തിൽ വെച്ച് വേര് മുളപ്പിച്ച തണ്ടുകളെ എങ്ങനെയാണ് മണ്ണിൽ നടുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയാണ് ഇത്. വണ്ണമുള്ള തണ്ടുകളാണെങ്കിലും വേര് മുളപ്പിച്ച തണ്ടുകളാണെങ്കിലും നടുന്ന എല്ലാ തണ്ടുകളും കിളുത്തു വരണമെന്ന് നിർബന്ധമില്ല. വേര് മുളപ്പിക്കാതെയും തണ്ടുകൾ മണ്ണിൽ നടാനായിട്ട് സാധിക്കും. ചില സമയത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന പുതിന തണ്ടുകൾക്ക് സാധാരണയിലും കവിഞ്ഞ വണ്ണം ഉണ്ടാവും. അത്തരത്തിൽ ലഭിക്കുന്ന തണ്ടുകൾ നേരിട്ട് മണ്ണിൽ നട്ടുകൊടുത്താലും മതി. പുതിനത്തണ്ട് നടുന്ന സമയത്ത് എല്ലാ തണ്ടുകളും കിളുത്തു വരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നടുന്ന സമയത്ത് കൂടുതൽ തണ്ടുകൾ നട്ടുകൊടുക്കുന്നതാണ് നല്ലത്. പുതിനച്ചെടി ധാരാളം വെള്ളം ആവശ്യമുള്ള ഒരു സസ്യമാണ്. മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണിന്റെ നനവ് നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ചൂടുള്ള വരണ്ട കാലാവസ്ഥയിൽ ദിവസം പലതവണ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വിന്റർ ടൈമിൽ മണ്ണിന്റെ നനവ് അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. കുറെ ദിവസങ്ങൾ മണ്ണ് ഡ്രൈ ആയി പോയാൽ പുതിനച്ചെടി നശിക്കാൻ ഇടയുണ്ട്. വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പുതിനയിലേക്ക് കൈപ്പിരസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണിന്റെ ഈർപ്പം നോക്കി മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നല്ല സൂര്യപ്രകാശത്തിലും തണലത്തും വളരുന്ന ചെടിയാണ് പുതിനച്ചെടി. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ 5 തൊട്ട് 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന രീതിക്ക് വെക്കുന്നതാണ് നല്ലത്. ഉച്ചസമയത്തെ വേനൽ വെയിൽ ചെടി നശിക്കാൻ ഇടയാകും. ആ സമയത്ത് ചെടിച്ചട്ടി ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. വീടിന്റെ ഉള്ളിൽ വെച്ചാലും സൂര്യപ്രകാശം കിട്ടുന്നത് പോലെ തന്നെ വേണം വെക്കാൻ. വെള്ളം ധാരാളം ഒഴിച്ചു കൊടുക്കുന്ന ചെടിയായതിനാൽ ന്യൂട്രിയൻസ് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം 2 മാസം കൂടുമ്പോൾ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നാച്ചുറൽ കമ്പോസ്റ്റും എഗ് ഷെല്ലും പുതിനച്ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പുതിന നട്ട് ദിവസങ്ങൾക്ക് ശേഷമുള്ള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേര് പിടിച്ച് പുതിയ നാമ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിൽ വെച്ച് വേര് മുളപ്പിക്കാതെ തന്നെ നേരിട്ട് മണ്ണിൽ നട്ട നല്ല വണ്ണമുള്ള പുതിനത്തണ്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിലെ 1-2 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതുപോലെ കിളുത്തു വന്നിട്ടുണ്ട്. നല്ല വണ്ണമുള്ള പുതിനത്തണ്ടുകൾക്ക് മണ്ണിൽ വേര് വരാനും കിളുക്കാനും എളുപ്പമാണ്. ഓവർ ഫെർട്ടിലൈസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് ടേസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫംഗൽ ഡിസീസ് ആണ് കൂടുതൽ വെള്ളം ചെന്നാലും സംഭവിക്കുന്ന ഒരു പ്രശ്നം. പുതിന ചെടിയിൽ നിന്നും വളർച്ച എത്തിക്കഴിയുമ്പോൾ തുടങ്ങി ഇലകൾ നുള്ളിയെടുക്കണം. എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ വളർന്നു വരുള്ളൂ. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ഇലകളുടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ തുടർന്നും ഫംഗൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. പുതിനച്ചെടിക്ക് സംഭവിക്കാവുന്ന കുറെ ഡിസീസുകളെല്ലാം മാറി കിട്ടാൻ വേണ്ടി വളർച്ചയെത്തിയ പുതിനച്ചെടിയിൽ നിന്നും ഇലകൾ നുള്ളിയെടുക്കുക എന്നതാണ് ഒരു മാർഗം. കറിവേപ്പിലയും മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇനി അതോടൊപ്പം ആരോഗ്യ ഗുണസമൃദ്ധമായ പുതിനയിലയും കൂടെ നമ്മുടെ വീടുകളിൽ നമുക്ക് വളർത്താം. ബിരിയാണിയിലും കറികളിലും ചട്നിയിലും ജ്യൂസിലും ഒക്കെ ഉപയോഗിക്കുന്ന പുതിനയില നിങ്ങൾ ആരും ഇനി കടകളിൽ പോയി വാങ്ങില്ലെന്ന് വിശ്വസിക്കുന്നു.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.